എൻ്റെ ഏട്ടന് കുഞ്ഞൊരു സർപ്രൈസ് കൊടുക്കാൻ പോകാനായിട്ട് വേറെ ഒന്നുമില്ല, ഒരു മൊബൈൽ ഫോണാണ്. ഏട്ടൻ്റെ കയ്യിൽ ഈ ഒരു 4 വർഷമായി ഈ ഒരു മൊബൈൽ ഫോൺ, ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഇരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡിസ്പ്ലേ മാറും, ഇടയ്ക്കിടയ്ക്ക് ചില്ല് മാറും, ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നിന്ന് പോകും. ഞാൻ പറയും പുതിയത് തന്നെ മേടിക്ക്, വേണ്ട വേണ്ട, കാരണം ബബ്ലൂസൊക്കെ ഉള്ളത് കൊണ്ട് വേണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടമായിരുന്നു, കാരണം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ സമയത്ത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു, ഞാൻ സേവ് ചെയ്ത് വെച്ചതും എനിക്ക് ഏട്ടൻ തന്നിട്ടുള്ള കുറച്ച് ഫണ്ട് എൻ്റെ കയ്യിൽ റൈസ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏട്ടൻ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞതുപോലത്തെ ഒരു ഫോൺ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഓഫറിൽ കിടക്കുന്നുണ്ട്. 15 സംതിങ്ങിന് ഫോൺ 7 സംതിങ്ങിന് അങ്ങോട്ട് കിട്ടും. അപ്പം ഞാൻ ഒന്നും തന്നെ നോക്കിയില്ല, കയറി അങ്ങോട്ട് ഓർഡർ ചെയ്തു. സോ വന്നപ്പോൾ പോക്കോൻ്റെ ഫോണാണ്. ഏട്ടൻ്റെ എല്ലാ ഫെസിലിറ്റിക്കും പറ്റിയ ഒരു ഫോണാണ്. ഏട്ടൻ്റെ ഫീൽഡ് ഇതായതുകൊണ്ട് കൂടുതലും ഫോണാണ്, ഫോണിൽ കൂടിയാണ് ഏട്ടൻ്റെ എല്ലാ കോൺടാക്റ്റും എല്ലാ കാര്യങ്ങളും, ബിസിനസ് ഫുള്ളും ഫോണിൽ കൂടിയാണ്. ഏട്ടൻ്റെ ഫോൺ 4 വർഷം മുൻപ് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അത് ചീത്തയായി. ആ സമയത്ത് കൊറോണ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വാങ്ങി വരുന്ന സമയത്തായിരുന്നു ഏട്ടൻ്റെ ഫോൺ നിലത്തേക്ക് വീണത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ കാരണമാണല്ലോ എന്ന്.